നല്ല പിഞ്ചി പുളിയുള്ള ജാതിക്ക കഴിച്ചിട്ടുണ്ടോ? കഴിക്കില്ല, കണ്ടിട്ടുണ്ടോ? ഇതാണ് ജാതിമരം. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇത് ജാതിക്ക പിഞ്ചാട്ടോ, മൊട്ടായി വരുന്നതൊക്കെ ഉള്ളൂ. ഈ ഒരു കുഞ്ഞ് ജാതിക്ക നമുക്ക് പിച്ചെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പുളി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പും കൂട്ടി അങ്ങോട്ട് കഴിക്കാം. നല്ല പുളിയാട്ടോ. പക്ഷേ പുളിയാണെങ്കിലും നമുക്കത് കഴിക്കാനൊരു രസമാണ്. ചെറിയൊരു കവർപ്പുണ്ട്. അതുപോലെ തന്നെ കറയില്ലേ, കറ അതിപ്പോൾ വിളഞ്ഞാലും അത്യാവശ്യം കറയൊക്കെ ഉണ്ടാവും കേട്ടോ. പണ്ട് നമ്മൾ വയറുവേദന എന്നൊക്കെ പറയുമ്പോൾ തന്നെ, പണ്ടല്ല ഇപ്പോഴാണെങ്കിലും ശരി തന്നെ, ഇതിൻ്റെ കുരുവില്ലേ അത് കല്ലിലിട്ട് ഉറച്ചിട്ട് അമ്മ ഇങ്ങനെ നാക്കിനകത്ത് വെച്ച് തരും. ഇത് അങ്ങാടിക്കടയിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതായിട്ട് ഓർമ്മയില്ല. പണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് മക്കൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് പോകുമായിരുന്നു. കുഞ്ഞ് ചെറിയ സൈസ്, ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ പാട്ടെന്ന് പറയുന്നത്. ഇത് വിളഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു കോലത്തിലെത്തും. ഈ സമയത്താണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ജാതിക്കയും എല്ലാം സെപ്പറേറ്റ് ആക്കുന്നത്. ഈ ജാതിക്കയുടെ കുരുവിൻ്റെ പുറത്ത് നമുക്ക് ജാതിപത്രി എന്ന് പറഞ്ഞിട്ടൊരു ഇതിനുണ്ട്, ഈ 4 പോലെ കിടക്കുന്നത്. അതാണ് സംഭവം. ഈ 3 പാർട്സ് ഉണ്ടല്ലോ ഒരുപാട് സ്കിന്നിന് ഗുണമുള്ള കാര്യങ്ങളാട്ടോ. പിന്നെ നമ്മുടെ ജാതിക്കയുടെ പുറത്തുള്ള ആ മാംസല ഭാഗമില്ലേ, ഇത് അച്ചാറിടുന്ന